ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്ന് 2 വർഷം. 12 വീടുകളുടെ താക്കോൽ ദാനം നടക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ഇന്ന്. KPCC സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം ഇന്ന് രാവിലെ 9-ന് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി ഗ്രൗണ്ടിൽ നടക്കും. 10-ന് സമ്മേളനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അധ്യക്ഷത വഹിക്കും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 12 വീടുകളുടെ താക്കോൽ കൈമാറ്റവും KPCC ആരംഭിക്കുന്ന ജീവകാരുണ്യ പദ്ധതി സ്മൃതി തരംഗത്തിന്റെ ഉദ്ഘാടനവും രാഹുൽ ഗാന്ധി നിർവഹിക്കും. ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ സ്മൃതി തരംഗം പദ്ധതിയുടെ 2ാം ഘട്ടമാണിത്. അനുസ്മരണ പരിപാടിക്ക് ശേഷം രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തേക്ക് തിരിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ സന്ദർശിക്കാനാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. 2 മണിയോടെ വഴുതക്കാട് AK ആന്റണിയുടെ വസതിയിൽ രാഹുൽ ഗാന്ധി എത്തും. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച AK ആന്റണി തിരുവനന്തപുരം വസതിയിൽ വിശ്രമത്തിലാണ്. ഏറെക്കാലത്തിന് ശേഷമാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. 2023 ജൂലൈ 18-നാണ് സമാനതകളില്ലാത്ത നേതാവ് വിടവാങ്ങിയത്. എന്നും എപ്പോഴും ആൾക്കൂട്ടങ്ങൾക്കിടയിൽ മാത്രം ജീവിച്ച നേതാവ്, നേതാക്കളുടെ നേതാവും അണികളുടെ ആവേശവുമായിരുന്നു പ്രിയപ്പെട്ടവർക്കിടയിലെ കുഞ്ഞുഞ്ഞെന്ന ഉമ്മൻചാണ്ടി. കരുതലിന്റെ ആ കൈത്തലം വിട്ടുപോയ വേർപാടിന്റെ ദുഃഖസ്മരണയിലാണ് കേരളം. 5 പതിറ്റാണ്ട് നിയമസഭാംഗവും 2 തവണ മുഖ്യമന്ത്രിയുമായിരുന്നു ഉമ്മൻചാണ്ടി. സംസ്ഥാന വ്യാപകമായി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കാനായി കോൺഗ്രസ് നിരവധി അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്.